സംസ്ഥാന പോലീസിനെതിരെ പരസ്യ വിമർശനവുമായി മുൻ മന്ത്രി ജി സുധാകരൻ ഫേസ്ബുക്കിലൂടെയുള്ള അധിക്ഷേപത്തിന് പുന്നപ്പറ പോലീസിൽ 2 പരാതി നൽകി. എന്ത് നടപടി സ്വീകരിച്ചെന്ന് പോലീസ് അറിയിച്ചിട്ടില്ല. 4 തവണ MLA ആയ തന്റെ സ്ഥിതി ഇതാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താകുമെന്നും ജി സുധാകരൻ ചോദിക്കുന്നു. നിയമസഹായ വേദിയുടെ ചടങ്ങിലായിരുന്നു പരാമർശം. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നുണ്ട്. നിഷ, ഈ ഒരു പരാമർശം അതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, ഇന്ന് ആലപ്പുഴയിൽ നടന്ന നിയമസഹായ വേദിയുടെ ഒരു ചടങ്ങിലാണ് ജി സുധാകരൻ പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ജി സുധാകരന്റെ പീഡന പരിധിയിലുള്ള പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ട് FIR യാതൊന്നും തനിക്ക് കാണാൻ കഴിഞ്ഞില്ല, എന്ത് നടപടി സ്വീകരിച്ചെന്ന് പോലീസ് ഇതുവരെ അറിയിച്ചില്ല എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. ഫേസ്ബുക്കിലൂടെയുള്ള അധിക്ഷേപത്തിന് പുന്നപ്ര പോലീസ് സ്റ്റേഷനിൽ 2 പരാതി താൻ നൽകിയിട്ടുണ്ട്. പക്ഷെ അതിന്മേൽ എന്ത് നടപടി എടുത്തുവെന്നോ FIR മാപ്പ് പറഞ്ഞ രേഖയോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. 4 തവണ MLA ആയ തന്റെ സ്ഥിതി ഇതാണെങ്കിൽ സാധാരണക്കാരന്റെ സ്ഥിതി എന്താകും എന്ന ഒരു ചോദ്യമാണ് ജി സുധാകരൻ ഉയർത്തുന്നത്. ഇത് വളരെ ഗൗരവമായി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന്, കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് ജി സുധാകരൻ ചെയ്യുന്നത്. ജി സുധാകരനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് CPMന്റെ ഭാഗത്തു നിന്നും DYFIയുടെ ഭാഗത്തു നിന്നും ചില ആളുകൾ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ ആ പോസ്റ്റിൽ എന്ത് നടപടിയെടുത്തു? താൻ അതിനെ രേഖാമൂലം തന്നെ 2 തവണ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ എന്ത് നടപടി സ്വീകരിച്ചെന്ന് പോലീസ് അറിയിച്ചിട്ടില്ല. അധിക്ഷേപിച്ചവർ മാപ്പ് പറഞ്ഞു എന്ന് മാത്രമാണ് പോലീസ് തന്നോട് പറഞ്ഞത്. FIR മാപ്പ് പറഞ്ഞ ആ രീതിയിലുള്ള എന്തെങ്കിലും രേഖകളോ ഒന്നും പോലും തനിക്ക് കിട്ടിയിട്ടില്ല. തന്നെ അത് സംബന്ധിച്ച് തന്നെ യാതൊരു കാര്യവും അറിയിച്ചിട്ടില്ല. 4 തവണ MLA ആയ തന്റെ സ്ഥിതി, 4 തവണ MLAയും 2 തവണ മന്ത്രിയും ഒക്കെയായ തന്റെ സ്ഥിതി ഇതാണെങ്കിൽ സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനിൽ നിന്നും എങ്ങനെ നീതി ലഭിക്കും എന്ന ചോദ്യം കൂടിയാണ് ജി സുധാകരൻ ഉയർത്തുന്നത്. വിഷ്ണു, ശരി, നിഷയാണ് വിവരങ്ങൾ നൽകിയത്.